അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു അത്ഭുതകരമാകുന്ന ദിക്റിനെ കുറിച്ചിട്ടാണ്. ഇന്ന് ദുൽഹിജ്ജ 16 ആണല്ലേ. ഞാൻ ഈ ഒരു അമലിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് ഇപ്പോൾ സാമ്പത്തിക വിഷയം എന്നുള്ളത്. എത്ര കമൻറ്റാണെന്നറിയോ അങ്ങനെ എനിക്ക് വരാറ്. വളരെയധികം പ്രയാസത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ വരുന്ന പണങ്ങളൊക്കെ EMI അടച്ചതും അതുപോലെ തന്നെ കടം വീട്ടിയും തീരുകയാണ്. സേവിങ്ങിനായിട്ട് ഒരു രൂപ പോലും കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ് എത്രങ്ങാനും കമൻറ്റുകളാണ് വരാറെന്നറിയോ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഇത് ഞാൻ വെറുതെ പറയുന്നൊരു കാര്യമല്ല. ഈ ഒരു വീഡിയോക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അത്രയും കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് പോലും ഈ ഒരു അമലിന് തുണയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു അമലിനെ ഈ ഒരു മാസത്തിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമായി പോകും. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. ഈ പരിശുദ്ധമായിട്ടുള്ള ദുൽഹിജ്ജ മാസത്തിൽ ഇത്തരം അറിവുകളെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, സമാധാനം നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചിട്ടയോടുകൂടെയും അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള പണവും സമ്പത്തും നമ്മുടെ കയ്യിൽ വേണമല്ലേ, എന്നാലുള്ളൂ നമുക്ക് സമാധാനം ഉണ്ടാവുക. ഇനി സമ്പത്തിൽ ബർക്കത്തില്ലെങ്കിൽ മക്കളിൽ ബർക്കത്ത് തരും, മക്കളിൽ ബർക്കത്തില്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകാറുണ്ട്. അപ്പോൾ സമ്പത്തിൽ നിങ്ങൾക്ക് ബർക്കത്ത് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വിഷമിക്കുന്ന ഒരാളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളി. നമ്മുടെ ജീവിതത്തിൽ അധികം വരുന്നൊരു പ്രശ്നമാണ് പണം ഒന്നിനും തികയുന്നില്ല. കയ്യിൽ പണമൊക്കെ എത്തുന്നുണ്ട്, പക്ഷേ മാസം അവസാനം എത്തുമ്പോൾ സീറോയിലാണ് കിടക്കുന്നത്. എന്തതായിന്ന് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുകൾ കാണാറുണ്ട്. അത്തരക്കാരോടൊക്കെയാണ് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ മനസ്സറിഞ്ഞ് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഇന്ന് ഇത് 33 തവണയാണ് ചൊല്ലിച്ചെങ്കിൽ നാളെയും 33 തവണ തന്നെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇന്ന് 33, നാളെ 100, മറ്റന്നാൾ 115 അങ്ങനെ ആക്കിയിട്ട് ചൊല്ലണ്ട. ഒരു ദിവസം നമ്മൾ എത്ര കണക്ക് വീതമാണോ ഈ ഒരു മഹത്തായിട്ടുള്ള ദിക്റിനെ ചൊല്ലാൻ കഴിയുന്നത് ആ ഒരു രീതിയിൽ തന്നെ തുടർന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലുക. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇന്ന് പരിശുദ്ധമായിട്ടുള്ള ദുൽഹിജ്ജ 16ാമത്തെ ദിവസമാണ്. ഈ ദിവസം മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു മാസം അവസാനിക്കുന്നത് വരെ നിങ്ങൾ ഈ ഒരു ദിനം മുടങ്ങാതെ ഇത്തരത്തിൽ എണ്ണം തെറ്റാതെ ചൊല്ലുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും. സാമ്പത്തികമായിട്ട് ഞെരിപിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഒരു തുണയായി നിൽക്കുന്ന ഒരു ദിക്ർ തന്നെയാണിത്. പിന്നെ ഒരു കാര്യം, ശുദ്ധിയുള്ളവർക്കും ഇല്ലാത്തവർക്കും ചെറിയ കുട്ടികൾക്ക് വരെ ചെല്ലാൻ പറ്റിയിട്ടുള്ള കാര്യമാണിത്. നമ്മുടെ മക്കളെയൊക്കെ നമ്മളിത് പഠിപ്പിച്ചാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകില്ല. കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു മഹത്തായിട്ടുള്ള അമലിനെ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഇതിനെ ഒഴിവാക്കി കളയാതിരിക്കുക അല്ലേ. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അനുഭവം ഒന്ന് നോക്കാം. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മഹത്തായിട്ടുള്ള ദിക്റിൻ്റെ താഴെ. അതിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ്, ഞാൻ ഒരുപാട് നാളായിട്ട് വളരെ വിഷമത്തിലായിരുന്നു. കാരണം ഒന്നിനും പണം കയ്യിൽ തികയാറില്ല. എപ്പോഴൊക്കെ സാലറി കയ്യിൽ കിട്ടുന്നുണ്ടോ അതിൻ്റെ കയ്യിലെത്തുകയും അത് കൊടുക്കാനുള്ള ആളുകളിലേക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ കയ്യിലൊന്നും നിൽക്കാത്തൊരവസ്ഥയും വന്നിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു ദിക്റിനെ കണ്ടത്. മുറുകെ പിടിച്ചു ഞാനിത്. ഒരു മാസക്കാലം ഞാനിതിനെ മുടങ്ങാതെ ചൊല്ലി. ഇപ്പം അൽഹംദുലില്ലാ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും എൻ്റെ അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസ് ഉണ്ടാകും. അതാണ് ആദ്യത്തെ ഒരു കമൻറ്റ് അല്ലേ. ഇനി മറ്റൊരു കമൻറ്റ് നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന ഒരു സഹോദരി കമൻറ്റ് ചെയ്തതാണ് കേട്ടോ. അവർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ ഒരുപാട് നാളായിട്ട് അലയുമായിരുന്നു ഒരു വീട് പാസ്സാകാൻ വേണ്ടിയിട്ട്. ഒരുപാട് നിയ്യത്തുകൾ വെച്ചു, ഒരുപാട് ദിക്റുകൾ ചൊല്ലി, ഒരുപാട് ദുആകൾ ചൊല്ലി, എന്നിട്ടൊന്നും ഒരു ഫലം ഉണ്ടായിട്ടില്ല. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ദിക്റിനെ കണ്ടു. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, വളരെയധികം ബുദ്ധിമുട്ടിലാണ് താമസിക്കുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ദിക്റിനെ ചൊല്ലുകയും മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മാസം 1.5 മാസം ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുകയും ഒരു നിശ്ചിത എണ്ണ പ്രകാരം ഞാൻ എനിക്ക് സമയം കിട്ടുന്ന ടൈമിൽ, ഇന്ന സമയമൊന്നൊന്നുമില്ല, സമയം കിട്ടുന്ന ടൈമിൽ ഞാനിതിനെ ചൊല്ലുകയും ചെയ്തു. അത്തരത്തിൽ ചൊല്ലിയപ്പോൾ വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ എനിക്ക് വീട് പാസ്സായി ഗവൺമെൻറ്റിൽ നിന്ന്. ഇതാണ് മറ്റൊരു സ്ത്രീയുടെ അനുഭവം.
മറ്റൊരു സഹോദരിയുടെ അനുഭവം. ഇത്തരത്തിൽ ഒന്നും രണ്ടോ അനുഭവം അല്ലേ. ഒരു നമ്മളിപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ തുന്നാൻ കൊടുക്കുമല്ലോ ചില താത്താരുടെ അടുത്ത്. അങ്ങനെ തുന്നുന്നൊരു താത്താക്ക് വളരെയധികം പ്രതിസന്ധിയിലിരിക്കുന്ന സമയത്ത് ഈ ഒരു ദിക്കറിനെ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കിട്ടുകയാണ്. ഒരു വീഡിയോ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കിട്ടുകയാണ്. അവർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നല്ല രീതിയിൽ തയ്ക്കും, അതുപോലെ തന്നെ ഏത് ഡിസൈൻ വേണമെങ്കിലും തയ്ക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് മറ്റൊരാൾ കൂടെ ആ നാട്ടിൽ തന്നെ തുന്നാൻ വരികയും ആളുകളൊക്കെ അവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തപ്പോൾ ഇവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ചൊന്ന് പിന്നോക്കം നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആ ഒരു സമയത്ത് ഈ ദിക്കറിനെ അവരുടെ മുമ്പിലെത്തിയപ്പോൾ അവർ കുറച്ച് ദിവസം ഇതിന് മുടങ്ങാതെ ചൊല്ലി. പിന്നെ അവർക്ക് അവരുടെ ചിലവിന് ആവശ്യമായിട്ടുള്ള ആളുകൾ തുന്നാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളത് ഒരനുഭവമായിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒന്നും രണ്ടും അനുഭവങ്ങളല്ലേ, ആയിരക്കണക്കിന് അനുഭവങ്ങളാണ്. അപ്പോൾ ഇത്രയും പ്രതിഫലമുള്ള ആ ഒരു ദിക്കറിനെ നമ്മൾ ഈ ദുൽഹിജ്ജ മാസത്തിൽ നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ വലിയൊരു നഷ്ടമായിരിക്കും. അത് ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഇസ്മ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്. പരിശുദ്ധമായിട്ടുള്ള ഈ ദിക്കറിനെ എണ്ണം തെറ്റാതെ നമ്മൾ ഒരു ദിവസം എത്ര എണ്ണാണോ ചൊല്ലിയത് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിപ്പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. സാമ്പത്തികമായിട്ട് പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല സമ്പത്തിൽ ബറക്കത്ത് നൽകി നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമില്ല, കാരണം നിങ്ങൾ പടച്ചോൻ്റെ ഇസ്മിനെ വിളിച്ചിട്ടാണ് ദുആ ചെയ്യുന്നത്. അതിന് ഉത്തരം ഉണ്ടാകുന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു അമലിൽ ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ കമൻറ്റിലൂടെ ഒന്ന് പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വിഷയമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.